ഹലോ നമസ്കാരം, എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഇത് നമ്മുടെ കസ്റ്റമറാണ്. സാറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആളുടെ പേര് ഷിൻസ് എന്നാണ്. അപ്പം സാറിൻ്റെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ സാർ? 15,000 കിലോമീറ്റർ 5 EV അഡ്വഞ്ചർ ലോങ് റേഞ്ച് ഓടിച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ സർവീസിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി നമ്മുടെ 5 EV തന്നെ സാറിന് ഞാൻ ഓടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സാർ ഇതുവരെ 5 EV ഓടിച്ചതിൻ്റെ മോശവും നല്ലതും എല്ലാം സാറിനെ കൊണ്ട് ഇന്ന് ഞാൻ പറയിപ്പിക്കും. അപ്പം ഇനിയും ഈ കാർ എടുക്കാൻ പറ്റുമോ, ഇനിയിപ്പം വണ്ടി മേടിക്കുന്നവർക്ക് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. സാറിൻ്റെ വീഡിയോ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇതിന്റെ 95% വാട്ട് 247 കാണിക്കണോ? അത് നേരത്തെ ഓടിച്ചതിന്റെ നമ്മളെ മൈലേജ് നോക്കി ഓടിച്ചതല്ലോ. അല്ലല്ല, ഇത് ടെസ്റ്റ് ഡ്രൈവ്. അതെ. അപ്പം ഷിൻസാറാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഞാൻ ഷിൻസാറിനെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ സാറേ ഞാൻ വണ്ടി എത്ര മാസം? 6 മാസമായോ? 5 മാസം കഴിഞ്ഞു. സാർ ഇവിടെ സർവീസിന് കൊണ്ടുവന്നതാണ്, എന്ന് വെച്ചാൽ തേർഡ് സർവീസിന് വണ്ടി കൊണ്ടുവന്നതാണ്. 15,000 കിലോമീറ്റർ വണ്ടി ഓടി. സാറിൻ്റെ സ്ഥലം രാമപുരമാണ്. അപ്പം സാറിന് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ് ഓടിക്കുന്നത്. ടോപ്പ് മോഡൽ 5 EV ആണ് ഓടിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കാണ്. ആ സമയത്ത് നമ്മൾ പിടിച്ചതാണ്. ഷിൻസാറേ 5 മാസമായി. ഓക്കെ. അപ്പം സാറിൻ്റെ എക്സ്പീരിയൻസ് മൊത്തത്തിൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു എന്താ പറയുന്നത്, നമുക്ക് ഇതൊരു വലിയ സംഭവമാണെന്ന് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. ഒത്തിരി പേർക്ക് പേടിയുണ്ട് ഈ വണ്ടി എടുക്കുന്നതിനകത്ത്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാ വണ്ടിക്കകത്തും വരും. പക്ഷേ എപ്പോഴും കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോഴാണ് നമുക്കതൊരു തലവേദനയായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നൊരു വണ്ടിയാണോ, അല്ലെങ്കിൽ ഇതൊരു ടെൻഷൻ ഫ്രീ വെഹിക്കിളാണോ, ഇപ്പം എടുത്തിട്ട് സാറിന് അതുകൊണ്ട് സാറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമുക്കിന്ന് അറിയേണ്ടത്. അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പം ഷിൻസാർ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുക. അപ്പം വണ്ടിയുടെ ആദ്യം മുതൽ എടുത്തപ്പം മുതൽ ഇവിടം വരെയുള്ളൊരു കാര്യങ്ങളൊന്ന് സംസാരിക്കാം. വണ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി വണ്ടി ഓക്കെയാണ്. നമ്മൾ ഇതൊരു കംപ്ലൈൻ്റ് ഒന്നും കാണിച്ചില്ല. 15,000 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചു. ആവറേജ് ഒരു മാസം 3,000 വെച്ച് ഓടുന്നുണ്ട്. സാറിന്റെ വണ്ടി 5 EV അഡ്വഞ്ചർ ലോങ് റേഞ്ച്. അതെ, അതാണ് പറഞ്ഞു സാറേ. അപ്പം ടെക്നിക്കലി അതിന് ഇഷ്യൂ ഒന്നും കംപ്ലൈന്റുകളൊന്നും കാണിച്ചിട്ടില്ല. സാറിന്റെ ഓട്ടോ കൂടെ പറഞ്ഞേക്കെ, സാർ എങ്ങനെ ഓടുന്ന ആളാന്നും കൂടെ പറഞ്ഞേക്കെ. ഞാൻ ഡെയിലി പാല എറണാകുളം, എന്ന് പറഞ്ഞാൽ രാമപുരം എറണാകുളം ഓടുന്നത് ഡെയിലി. രാവിലെ പോകുന്നു, ഈവനിങ് ജോലിക്ക് പോകുന്നതാണ്, ഈവനിങ് തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ ഒരു പരിപാടി. ഒരു 122-123 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ട്. അപ്പം പിന്നെ സാറേ വണ്ടിയെ കുറിച്ച് സാറിനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ട് സാറിന് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ് തന്നെ നമുക്ക് തുടങ്ങാം. എന്തൊക്കെ നെഗറ്റീവ്സാണ് സാറിന് വണ്ടി എടുത്തിട്ട് ഇതുവരെ സാറ് ഫേസ് ചെയ്ത്? അതോ സാറ് വണ്ടി എടുക്കുന്നതിന് മുന്നേ സാറ് എക്സ്പെക്റ്റഡ് ആയിരുന്നോ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂസൊക്കെ വരും, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ടെക്നോളജിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പം അതിൻ്റെ എക്സ്പീരിയൻസും സാറിൻ്റെ ചിന്താഗതിയും വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് സാറിൻ്റെ കാര്യങ്ങൾ അത് എത്രമാത്രം മാച്ചായി എന്നുള്ള കാര്യങ്ങളാണെന്ന് പറയാം. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. വണ്ടി എടുത്തത് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. 15,000 കിലോമീറ്ററുള്ള ഓടിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കി നമുക്ക് മുമ്പോട്ട് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയല്ലോ, അത് നമുക്കിപ്പം പറയാമല്ലോ. പക്ഷേ നിലവിൽ കുഴപ്പമില്ല, ടെക്നിക്കലി ഓക്കെയാണ്. പിന്നെ നെഗറ്റീവ്സ് പറയുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഡിസൈൻ സംബന്ധിച്ച്, ടാറ്റയുടെ ഡിസൈൻ സംബന്ധിച്ച് ചിലൊരു ഒബ്സർവേഷൻ എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ്, അതായത് ആരും ഇല്ലെങ്കിൽ തന്നെ ബാക്കിലെ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് അടിക്കും. അത് ശരിക്കും അങ്ങനെ വരാൻ പാടില്ല. വെച്ചാൽ ആൾക്കാർ ഇരുന്ന് വെയിറ്റ് സെൻസ് ചെയ്തിട്ട് ശരിക്കും അത് വാണിംഗ് ടോൺ അടിക്കുന്നതാണ് നല്ലത്. അതാണ് ഒരു കംഫർട്ട്. ഇതെപ്പോഴും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും, നമ്മൾ വണ്ടി നിർത്തിയെടുത്താലൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. അതൊരു ഇത് എനിക്ക് തോന്നുന്നുണ്ട്. ആളില്ലെങ്കിലും, ആളുണ്ടെങ്കിൽ പിന്നെ ആളുള്ളപ്പോഴാണല്ലോ ശരിക്കും അടിക്കേണ്ടത്. അതൊരു നെഗറ്റീവ് എനിക്ക് തോന്നുന്നുണ്ട്. ഡിക്കി നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്ത് അടയ്ക്കേണ്ട ഒരു ഇത്. സാധാരണ ഒരു കാർ അടയ്ക്കുന്ന പോലെ അത് ഇത് ലോക്കാവില്ല അടച്ചു കഴിഞ്ഞാൽ. അത് ഭയങ്കര നല്ലതായിട്ട് ഫോഴ്സ് എടുക്കാം. ഒരു ലേഡീസ് ഒക്കെ ആണെങ്കിൽ അടയ്ക്കാൻ വലിയ പാടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. പിന്നെ ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം കണ്ടത്, ഞാൻ ഈ മഴയത്ത് ഓടിച്ചപ്പം നമ്മൾ ടയറിൻ്റെ മൺഗാർഡിൻ്റെ അവിടെ 2 ഹോളുണ്ട്. എന്നിട്ടൊരു സിൽവർ കളറുള്ളൊരു സാധനം വെച്ച് അത് അടച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു പോയിട്ട് മഴയത്ത് ഓടിയിട്ട് തോന്നുന്നത് പറഞ്ഞു പോയിട്ട് വെള്ളം കയറുന്ന ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. അത് നമ്മൾ പാസഞ്ചർ
പാസഞ്ചർ ഇരിക്കുന്ന ഫ്ലോറിൽ ചെറുതായിട്ടൊരു നനവ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ എനിക്ക് അതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോൾ സർവീസ് സെൻ്ററിൽ കാണിച്ചിരുന്നത് അതാണ് അവർ പറഞ്ഞത്. അതൊരു ഇത് ക്ലിയർ തരാമെന്ന് പറഞ്ഞു. വീണ്ടും അത് വെച്ച് മറ്റേ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിക്കും എന്തിനാണ് ആ ഹോൾ ഇട്ടേക്കുന്നതെന്ന് അറിയാൻ പാടില്ല. കമ്പനി അത് ഞാനിപ്പോൾ സർവീസ് സെൻ്ററിൽ ചോദിച്ചപ്പോൾ അവർക്കും വലിയ വ്യക്തമല്ലത്. അതങ്ങനെ അങ്ങനെയുള്ള ചില ഇഷ്യൂസുകൾ, ചില ചെറിയ ഇഷ്യൂസുകൾ കാണുന്നുണ്ട്. പക്ഷേ ഓക്കെ, ടെക്നിക്കലി ഓക്കെ, വണ്ടി ചാർജ് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു, ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പിന്നെ റേഞ്ചിൻ്റെ കേസിൽ 420 ആണല്ലോ കമ്പനി പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു 320-330 വരെ ആണ് എനിക്ക് ഇപ്പം കിട്ടിയേക്കുന്നത്. ഈ 320-330 എങ്ങനെ കിട്ടുന്നുള്ളൂ പറഞ്ഞുതരാമോ? അത് ഇപ്പം ഞാൻ അതെ അല്ലേ, അത് ഞാൻ അതിനെ പറയുകയാണ്. ഇത് ഡ്രൈവിംഗ് ഡിപ്പെൻഡൻ്റ് ആണിത് ആ റേഞ്ചിൻ്റെ കാര്യത്തിൽ. അപ്പം എനിക്ക് 320-330 കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി നന്നായി സ്പീഡ് കയറ്റി ഇച്ചിരി റഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 275-250 വരുന്നുമുണ്ട്. അപ്പം എന്ന് പണ്ട് ഇപ്പം 330 ഓടിക്കുമ്പോൾ ഞാൻ ഒത്തിരി സ്പീഡ് കുറച്ച് ഓടിക്കുന്നില്ല, ഒരു 60-70 ഓടിക്കുന്നുണ്ട്. അത് നമ്മൾ കാല് കൊടുക്കുന്നതിന് ഒരിതുണ്ട്. ഫസ്റ്റ് കേസ് തന്നെ നമ്മൾ നോർമൽ വഴി കൂടെ അതായത് നിരപ്പ് വഴി കൂടെ ഒരിക്കലും റീജനറേഷൻ ഇട്ട് ഓടിക്കരുത് എന്നാണ് എനിക്ക് മനസ്സിലായത്. റീജനറേഷൻ ഇട്ട് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ആക്സിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂവബിളല്ല വണ്ടി. അപ്പോൾ നമുക്ക് അത് റീചാർജ് കയറുന്നുമില്ല കാര്യമായിട്ട് എന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം ഞാനത് നല്ല ഇറക്കം ഉള്ളിടത്ത് മാത്രമേ ഈ റീജനറേഷൻ നമ്മൾ ഇട്ടുകൊണ്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മളിപ്പോൾ മൂന്നാറോ വാഗമണ്ണൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ഗുണമുണ്ട്. ഞാനിങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും അതെ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു 60-70 അത് ആ റേഞ്ചിൽ പിടിച്ച് ഞാൻ ഓടിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആ കാല് കൊടുക്കും വണ്ടി നിർത്തിയിട്ട് ഓടിക്കുന്ന ഏരിയ ഓൾമോസ്റ്റ് ലെവൽ സർഫസ് ആയിരിക്കത്തില്ലേ? ഒത്തിരി ഇടയ്ക്ക് കയറ്റമുണ്ട്, സ്റ്റാർട്ടിങ്ങിലൊക്കെ കയറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കഴിഞ്ഞാൽ പിന്നെ ലെവലായിരിക്കും. പക്ഷെ കയറ്റത്തിൽ ഇതിന്റെ ചാർജ് നന്നായിട്ട് വലിക്കുന്ന ഒരു ഇതും കാണുന്നുണ്ട്. വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കാം. കംഫർട്ട് പക്കയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ബാക്ക് സീറ്റ് യാത്രയും കുഴപ്പമൊന്നും ആരും പറഞ്ഞില്ല. ഇല്ല കുഴപ്പമൊന്നും. ഞാനിപ്പോ നിലവില് ലോങ് ഓടിയേക്കുന്ന എറണാകുളം തന്നെയാണ്, വേറെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ വാഗമണ്ണൊന്ന് പോയായിരുന്നു, അതേ ഉള്ളൂ. വേറെ അങ്ങനെ ഒത്തിരി ചാട്ടമൊക്കെ ഉണ്ടോ? സസ്പെൻഷൻ വലിയ പ്രശ്നമില്ല, പിന്നെ ഇച്ചിരി ഒരു ടൈറ്റ് പോലെ തോന്നുന്നുണ്ട്. ഇല്ല വണ്ടിക്കകത്ത് അങ്ങനെ അറിയാനില്ല. വണ്ടിക്കകത്ത് കയറിയ ആൾക്കാരായാലും ഇപ്പൊ വണ്ടിക്കകത്ത് കയറി യാത്ര ചെയ്ത ആൾക്കാരെ വണ്ടി മോശമാണല്ലോ അല്ലെങ്കിൽ ഇത്ര സ്പേസ് കുറവാണല്ലോ എന്നുള്ള എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല, വണ്ടിക്കകത്ത് കയറിയവരാരും അങ്ങനെ ഒരു കമന്റ് പറഞ്ഞിട്ടില്ല. വണ്ടി ഇത് കയറി കഴിഞ്ഞാൽ തന്നെ സൈലന്റ് ആണല്ലോ വണ്ടി, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫസ്റ്റ് കേസ് ബാക്കി പെട്രോൾ ഡീസൽ യൂസ് ചെയ്യുന്ന കഴിച്ച് വണ്ടി ഭയങ്കര സൈലന്റ് ആണ്, പിന്നെ സ്മൂത്ത് ആണ്. അങ്ങനെ അപ്പൊ ആദ്യം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. പിന്നെ സ്പേസിന്റെ ആരും അങ്ങനെ കംപ്ലൈന്റ് ഇല്ല, സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമായ 5 പേർക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ലെഗ് സ്പേസും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാല് പോയി ഇടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ സ്പേസിന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മാസം എന്ന കിലോമീറ്റർ സാർ വണ്ടി ഓടിക്കുന്നുണ്ട്? ഒരു മാസം ഒരു ആവറേജ് ഒരു 3000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കറണ്ട് ബില്ലിനെ കുറിച്ച് സംസാരിക്കുമോ? കറണ്ട് ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് 2 മാസം കൂടുമ്പോൾ ഒരു 7000-7500 രൂപ ആ റേഞ്ച്. 2 മാസം കൂടുമ്പോൾ. കിലോമീറ്റർ സാർ എന്നാ ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ 3000, ആവറേജ് 3000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സ്ലാബൊക്കെ മേളിൽ കയറി അത് നമ്മള് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 7000 രൂപ അടുത്താവുന്നുണ്ട്. 7000-7500 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ തന്നെ കേട്ടോ, വീട്ടില് വേറെ ഉണ്ട്, വേറെ കാണും. വീട്ടിൽ എത്ര രൂപ വരുന്നുണ്ടായിരുന്നു? എനിക്ക് വീട്ടിലൊരു ആവറേജ് 750,000 ആ റേഞ്ചൊക്കെ. 1000 ഒക്കെ വരുന്നുള്ളൂ. ഇല്ല, AC ഇല്ല. 1000 അത് വേനൽക്കാലത്തോട്ടോ 1000 ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരു 700-750 ഒക്കെ. 1000 വെച്ച് കൂട്ടിയാലും അങ്ങനെ വെച്ചുകൊണ്ടെങ്കിൽ 6000 രൂപ ബില്ല് വരുന്നുണ്ട്. ഏത് കാറിനോ? അല്ല, കാറിന് 2 മാസം കൊണ്ട് 6000 രൂപ ബില്ല് വരുന്നുണ്ട്. അല്ല, കാറിന് ഒരു 7000 രൂപ റേഞ്ച് വരുന്നുണ്ട്. 2 മാസം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു മാസം ശരിക്കും 1 രൂപ 1 കിലോമീറ്റർ. അതെ, അങ്ങനെയാണ് പറയാം. ഫാസ്റ്റ് ചാർജ് നോക്കിയായിരുന്നു പുറത്ത്? ഫാസ്റ്റ് ചാർജിങ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ജോലിക്ക് പോകുന്നു, റിട്ടേൺ വീട്ടിൽ വരുന്നു, ഇവനിക്ക് കുത്തിയിടുന്നു, രാവിലെ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ലോങ് ഓടിയിട്ടില്ല. ഇനി ഓടുമ്പോൾ നമുക്ക് കുത്തേണ്ടി വരും. അന്നേരം പിന്നെ ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ടുപോയി കുത്തി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അന്നേരം കയറി കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് അറിഞ്ഞിരിക്കണല്ലോ അതിനെ കുറിച്ച്. പഞ്ച് എടുക്കാനുള്ള കാര്യം എന്ന് പറയോ?
പഞ്ചെടുക്കാനുള്ള കാര്യം ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം നെക്സോൺ നോക്കിയപ്പം നമ്മുടെ റേഞ്ച് പ്രൈസിന് പറ്റത്തില്ല. നെക്സോൺ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, നമ്മൾ പ്രൈസ് പറ്റത്തില്ല. പിന്നെ നമ്മൾ ടിയാഗോയിൽ ഒന്ന് ജസ്റ്റ് നോക്കി. ടിയാഗോ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ നമ്മളൊരു പൈസ കൊടുത്തൊരു വണ്ടി മേടിക്കുന്നതാണ്. അപ്പം എനിക്ക് നോക്കിയപ്പോൾ ഫസ്റ്റ് കേസിന്റെ കുഞ്ഞു വണ്ടിയാണ്, സീറ്റൊക്കെ കുഴിയിലാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പം എല്ലാം നമ്മൾ നോക്കണല്ലോ. എവിടെയെങ്കിലും ഇച്ചിരി ലോങ് ഒക്കെ ഓടണമെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് ഓടണമെങ്കിൽ ഒക്കെ അടി തട്ടുന്ന പ്രശ്നവും ഒക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ ബാറ്ററി ആണല്ലോ അടിയിരിക്കുന്നത്. വണ്ടിയുടെ പ്രൈസ് 14,30,000 അത്രയും പൈസ ഓൺ ദി റോഡ്. അതെ. പിന്നെ വണ്ടി കണ്ടിട്ടെ ആരെങ്കിലും വണ്ടിയുടെ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ EV എല്ലാം കോമൺ ആകാൻ തുടങ്ങി, ഇങ്ങനെ അഭിപ്രായമൊക്കെ ചോദിക്കുമോ വണ്ടി ഇപ്പൊ എങ്ങനെയാ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയാ, പുതിയ വണ്ടിയാണോ, അങ്ങനത്തെ എന്തേലും നല്ല കാര്യങ്ങൾ എന്തേലും സാറിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ഒരു കമന്റ് വല്ലതും കിട്ടിയോ? യാത്ര ചെയ്തവരും കുഴപ്പമൊന്നും പറഞ്ഞില്ല. പിന്നെ ഓടിച്ചു നോക്കിയാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഡ്രൈവിങ്ങിൽ ആരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. ഡ്രൈവിങ്ങിൽ റണ്ണിങ്ങിൽ പറഞ്ഞില്ല. അതിപ്പോ എനിക്കും അത് പറയാനൊന്നുമില്ല. ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഓഫീസിലുള്ള ആൾക്കാരുടെ അത് പൊതുവെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രൈസ് ഇത്രയും ചോദിച്ചോ, ഇങ്ങനെ ഇലക്ട്രിക് വണ്ടി മേടിക്കണോ ഇപ്പൊ മേടിക്കണം അങ്ങനെ ചോദിച്ചവരും ഉണ്ട്. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് എടുക്കുമ്പോൾ ലാഭകരമാണോ എന്ന് ചോദിച്ചവരുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഓട്ടത്തിന് അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. അതിപ്പം ആൾക്കാർ ഓരോരുത്തരും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ, ഓരോ കാഴ്ചപ്പാടായിരിക്കും ഓരോ സാറിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില്. സാർ ഓടിക്കാൻ വേണ്ടി മേടിച്ച കാറാ? അതെ അല്ലേ? അതെ. ഇത് ബ്രേക്ക് ഈവൻ ആവും എന്നുള്ളത് സാറിന് തോന്നുന്നുണ്ടോ ഈ മുടക്കിയ പൈസ? സാറിന്റെ ഒരു കാൽക്കുലേഷൻ, ഇപ്പൊ ഓരോരുത്തർക്കും പലർക്കും പല കാൽക്കുലേഷൻ ആയിരിക്കും. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇപ്പം എന്താണല്ലോ 1,60,60,000 കമ്പനി വാറണ്ടി തരുന്നുണ്ട്, ബാറ്ററിക്ക് മോട്ടറിന് തരുന്നുണ്ട്. ഇതാണല്ലോ മെയിൻ പാർട്സ് അതിനകത്ത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് 1,60 നമ്മൾ ഓടുന്ന ഒരാള് വാറണ്ടി ഉണ്ട് ആക്സിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതെ ഓക്കെ. നമുക്ക് അപ്പം ഈ 1,60 ഓടിക്കഴിഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഒരു ഓടുന്ന ഒരാളാണെങ്കിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 11-12 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. എന്തായാലും വരും. അപ്പം എനിക്ക് തോന്നുന്നു ഈ 1,60 കഴിഞ്ഞിട്ട് നമുക്ക് റിസ്ക് ഉള്ളൂ. 1 കഴിഞ്ഞിട്ടുള്ള നമുക്ക് റിസ്ക് നിൽക്കുന്നത്. 1,60 ഓടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നമ്മൾ മുടക്കിയ പൈസ ഇങ്ങനെ പോരുന്നുണ്ട്. അതായത് ഓട്ടം ഉള്ള ഒരു വ്യക്തിക്ക് അത്യാവശ്യം ഡെയിലി 100 കിലോമീറ്റർ അതിന്റെ മേളിലേക്ക് ഓടുന്ന ഒരു വ്യക്തിക്ക് ഇലക്ട്രിക് കാർ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നിലവിൽ ഞാൻ യൂസ് ചെയ്തിട്ടോ പറയുന്നത്. നേരത്തെ സർവീസ് വണ്ടി ഏതൊക്കെയായിരുന്നു? നേരത്തെ ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് മാരുതി ആൾട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹുണ്ടയുടെ ഗ്രാൻഡ് ഐറ്റൺ മേടിച്ചു. അതൊരു 7 വർഷത്തോളം യൂസ് ചെയ്തു. 1.5 ലക്ഷം കിലോമീറ്റർ കണ്ട് ഞാൻ ഓടിച്ചത് വണ്ടി. അല്ല, ഞാനൊരു കാര്യം പ്രധാനപ്പെട്ട പോയിട്ട് പറഞ്ഞുപോയി. സർവീസിനെ കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാറിന് തോന്നിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അല്ലെങ്കിൽ സാറിന് അങ്ങനത്തെ ഇഷ്യൂസ് സർവീസ് അവരുടെ ഹോസ്പിറ്റാലിറ്റി ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ തോന്നി, അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളുടെ സർവീസിൽ ആദ്യമായിട്ടല്ലേ സാറ്? അല്ല, രണ്ടാമത്തെ പ്രാവശ്യം. സാർ ഇതുവരെ 3ാമത്തെ സർവീസ് ഇപ്പത്തേക്ക് കൊടുത്തിട്ട് വരുന്നത്. അതെ. സാറിന് എന്താ തോന്നിട്ടുള്ളത്? സർവീസിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ ലെക്സോണിലാണ് ചെയ്തേക്കുന്നത്. 3ാം സർവീസാണ്. ഫസ്റ്റ് ലെക്സോൺ കാക്കാട് ഇരുമരത്തെ കയറ്റി അവിടെ കൊടുത്തിട്ട് ഞാൻ അത്ര തൃപ്തികരമായില്ല. അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വണ്ടി രാവിലെ 8 മണിക്ക് തന്നെ അവിടെ കൊടുത്തിട്ട് വൈകുന്നേരം ഫസ്റ്റ് സർവീസിന് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്യാനൊന്നും ഇല്ല, സോഫ്റ്റ് അപ്ഡേഷൻ പോലും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ഒരു 5:30-6 മണിയായിരിക്കും വണ്ടി കിട്ടിയപ്പോൾ. ഞാനൊരു 4 മണി 3:30 തരാമെന്ന് ഞാൻ ചോദിച്ചു, തരാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അവരെ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് അവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലാക്കി, അവിടെ നല്ല തിരക്കാ, ഒത്തിരി വണ്ടികളുണ്ട്. എനിക്ക് വണ്ടി പോലും അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ഒരു ഗ്യാപ്പില്ല. ഞാൻ പോയി കണ്ടതാ അന്ന് വൈകുന്നേരം വണ്ടി എടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല അവരോട്, എന്തായാലും ലേറ്റ് ആയൊന്നും അങ്ങനെ ഒന്നും സംസാരിക്കാൻ ഞാൻ കണ്ട് മനസ്സിലാക്കി. ഇല്ല, ഇടപെടലൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. അവിടെ അവർക്ക് പറ്റുന്നേക്കാൾ കൂടുതൽ വണ്ടി അവിടെ സർവീസിന് വരുന്നുണ്ട്. അതിനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് അവിടെ. അതിനപ്പുറത്താ വണ്ടി വരുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരും കൊടുക്കുന്ന വണ്ടികൾ ലേറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് ഞാൻ നമ്മളിവിടെ ഏറ്റുമാര് തന്നെ ഞാൻ വണ്ടി എടുത്ത് അവിടെ നിന്നാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഇത് വന്ന കാരണം പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഏറ്റുമാര് ഒന്ന് കൊടുത്ത് നമ്മൾ മാറ്റി കൊടുത്ത് നോക്കണമല്ലോ, എന്തെങ്കിലും ഇതുണ്ടോ അറിയണ്ടേ. അവിടെ കൊടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. രാവിലെ തന്നെ 9 മണിക്ക് വണ്ടി കൊണ്ടുവന്നു. 9 മണിക്ക് വണ്ടി എടുത്തു, സർവീസിന് എടുത്തു. അവിടെ എടുത്ത് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി കൈ കിട്ടി. അത്യാവശ്യം എല്ലാം ചെയ്തു. വേറെ ഒന്നുമില്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒന്നും ഇല്ലായിരുന്നു.
നോർമൽ സർവീസ് എല്ലാം ചെയ്ത് കിട്ടി. എല്ലാം ചെയ്ത് കിട്ടി. ഓക്കെ, ഇന്നും സാർ കൊടുത്തു? ഇന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. രാവിലെ ഞാൻ നോക്കി 9 മണിക്ക് കൊടുത്ത് വണ്ടി 9 മണിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇപ്പം വിളിച്ചായിരുന്നു ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്കൊന്നും ഇല്ലെങ്കിൽ ഇപ്പം വണ്ടി കിട്ടുമെന്ന് തോന്നുന്നു, ക്ലിയർ ആയെന്ന് തോന്നുന്നു വണ്ടി, എനിക്ക് തോന്നുന്നു. ഓവറോൾ ലെക്സോണിന്റെ സർവീസ് എങ്ങനെയുണ്ട്? മോശം പറയാൻ പറ്റില്ല. ഇല്ല, ലെക്സോൺ സർവീസ് ഒന്നും മോശം പറയാനില്ല. ഇല്ല. ഓക്കെ, അപ്പം ഇതുവരെയുള്ള സാറ് ഹാപ്പിയാണ്? സർവീസിൽ എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. ഇല്ല. എന്നുവെച്ചാൽ വേറെ കാര്യമുണ്ട്, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, എന്തായാലും ഇതുവരെയുള്ള കാര്യം ഹാപ്പിയാണ്, വലിയ കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ വണ്ടി ഇപ്പം ഇനി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇനിയിപ്പോ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർ, അങ്ങനെ എടുക്കുന്ന ആൾക്കാരോട് സാറിന് എന്താ പറയാനുള്ള? ഈ ഇലക്ട്രിക് കാർ എടുക്കുന്ന ആൾക്കാരോട് എന്താ സാറിന് പറയാനുള്ളത്? എന്തിനു വേണ്ടിയിട്ടാ ഇനി ഒരാളിപ്പോ വണ്ടി എടുക്കാൻ വേണ്ടി പോവാ, ആ ആള് ഇലക്ട്രിക് കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് കാരണത്തിന്റെ പുറത്തായിരിക്കണം ഇലക്ട്രിക് കാർ എടുക്കേണ്ടത്? എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ, നല്ല രീതിയിൽ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ ഇലക്ട്രിക് കാർ ഒരിക്കലും നഷ്ടം വരില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ലാഭം എന്ന് പറയുന്നില്ല, കാരണം ലാഭം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഓടിച്ചൊരു 5 വർഷം അല്ലെ 6 വർഷം അല്ലെ 1,60,000 കഴിഞ്ഞിട്ട് എത്ര ഓടുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലാഭം വരുന്നത്. അപ്പോൾ ലാഭം നമുക്കിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും, നഷ്ടം വരില്ല ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിന്റെ ഒരു അനുഭവം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ല കംഫർട്ടാണ് ഡ്രൈവിങ്ങിന്റെ അനുഭവം. ഞാൻ പറഞ്ഞ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ മാറി ഓടിച്ചിട്ടുണ്ട്, പല വണ്ടികളും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു അനുഭവം ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഉണ്ട്, നെക്സോൺ ഉണ്ട്, എൻ്റെ കസിന്റെ വണ്ടിയാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പെട്രോൾ വണ്ടിയാണ്. എന്നാലും അത് വെച്ചിട്ടൊന്നും ഇല്ല, അത് കമ്പയർ ചെയ്യാനേ പാടില്ല. കാരണം അത് ഗിയർ വണ്ടിയാണ്, ഇത് ഓട്ടോ ഗിയർ വണ്ടിയാണ്, ഇത് ഭയങ്കര സൈലന്റ് ആണ്, സ്മൂത്ത് ആണ്, സഡൻ പുള്ളിങ് ആണ്. അതിന് ടർബോ എഞ്ചിൻ ആണ്, നല്ല പവറൊക്കെ ഉണ്ട്, അതിന് പവർ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഡ്രൈവിങ് ഭയങ്കര കംഫർട്ടായിരുന്നു, സ്മൂത്ത്നെസ് ഭയങ്കര. അത് നമ്മൾ എടുത്തു പറയണം. കാരണം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതേ എടുക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനും ഒരു 50 എന്നൊരാളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിയാടെ സോണറ്റ് ഡീസലും ഇതും തമ്മിലാണ് ഞാൻ കമ്പയർ ചെയ്തത് ലാസ്റ്റ് അവസാനം എടുക്കാൻ നേരത്ത്. അപ്പം എനിക്ക് ഓട്ടോളാറ് ഡീസൽ വണ്ടി എന്നുള്ള ഇതിലേക്ക് മാറിയായിരുന്നു, ഞാൻ പെട്രോളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇത് ഞാൻ ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഡ്രൈവിംഗ് അനുഭവം ഭയങ്കര ഒരു വ്യത്യസ്തമാണ്. അതാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ഇതിനകത്ത് ലാഭവും നഷ്ടവും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അത് പിന്നീട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഏതായാലും നഷ്ടം ഒത്തിരി വരില്ല എന്ന് ശേഷം ഉറപ്പിച്ചേക്കുവാണ്. കാരണം 1.5 വാറണ്ടി ഉണ്ടല്ലോ, കമ്പനി വാറണ്ടി ഉണ്ടല്ലോ. ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്? അതെ, ഒത്തിരി ഞാനത് കുറെ നോക്കിയായിരുന്നു, എന്റെ റിവ്യൂവും കാര്യങ്ങളും. അപ്പൊ സാർ ഇങ്ങനെ വിചാരിച്ചോ വേണ കാശ് മുടക്കണോ പണിയാ? അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇത്ര എമൗണ്ട് മുടക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ നമ്മള് 100 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല, ചിന്തിക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ശരിക്കും ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് ഇലക്ട്രിക് വണ്ടി എനിക്ക് മനസ്സിലായത് പഞ്ചാണ്. അതിന്റെ പ്ലാറ്റ്ഫോം ഇലക്ട്രിക്കിനാണ്, അങ്ങനെ ഇലക്ട്രിക്കിന്റെ സെറ്റപ്പിൽ തന്നെ ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ടിയായും നെക്സോൺ എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ ആ ഒരു വണ്ടിയിൽ ബാറ്ററി കയറ്റുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് കുറേ ഫീഡ്ബാക്കുകൾ വന്നു, അതായത് നെക്സോണിന്റെ ആണെങ്കിലും ടിയായുടെ ആണെങ്കിലും ഫീഡ്ബാക്കുകൾ വന്നിട്ട് അവരിറക്കിയ ഫസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഗുണമുണ്ടാവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നോർത്ത് തന്നെയാണ്. അല്ല, പഞ്ചിന്റെ ആണെന്ന് വെച്ചാൽ കർവിന്റെ ഞാനിപ്പം കണ്ടായിരുന്നു, പുതിയ EV വന്നിട്ടുണ്ട്, ഇപ്പോൾ ഷോറൂമിൽ കിടപ്പുണ്ട്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. ഞാനകത്ത് കയറി ഇരുന്നൊക്കെ നോക്കി, സ്പേസ് ഒക്കെ ഓക്കെയാണ്. ഒരു ലക്ഷറി വണ്ടിയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടാറ്റയുടെ ഇതാണ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഇത്രയും പൈസ മുടക്കി എടുക്കുമ്പോൾ ഞാൻ 1-2 ഒബ്സർവേഷൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കമ്പനി, മെയിൻ കമ്പനി അല്ലേ, നിസ്സാര. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കർവിനെ അതൊക്കെ നോക്കി, ആ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നെക്സോൺ ഇപ്പൊ ഞാൻ നോക്കിയായിരുന്നു, അതിനും കുഴപ്പമൊന്നുമില്ല, അത് പെർഫെക്റ്റ് ആണ്. അങ്ങനെ ചെറിയ ഡിസൈൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതെ, നെഗറ്റീവായിട്ട്. ഞാൻ ടെക്നിക്കലി നമുക്ക് ഒരു കംപ്ലൈന്റ് ഒന്നും കാണിച്ചിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, ഓക്കെയാണ്. പിന്നെ റേഞ്ച് ഇതാണ്, നമ്മൾ നല്ല റഫായിട്ട് നന്നായിട്ട് പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊടുത്തൊക്കെ ഓടിക്കുന്നവർക്കാണ് 275-250 ഒക്കെ വരാൻ ചാൻസ് ഉള്ളൂ. എനിക്കും അങ്ങനെ വന്നിട്ടുള്ളൂ. അത്യാവശ്യം അത് നോക്കി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് 370-300 വരെ വരുന്നുണ്ട്. ഇതുവരെ അങ്ങനെ തലവേദന തന്നിട്ടില്ല വണ്ടി? ഇല്ല, നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞാനിവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ റേഞ്ചിനെ കുറിച്ച് ചോദിച്ചു, കറണ്ട് ബില്ലിനെ കുറിച്ച് ചോദിച്ചു, അത് വണ്ടി ഓടിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ ചോദിച്ചു,
എല്ലാം തന്നെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. സാർ ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒന്നും ഇല്ലല്ലോ. ഓൾമോസ്റ്റ് സാറിനോട് എല്ലാം ചോദിച്ചിട്ടില്ലേ? അത്യാവശ്യം എല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്സിലേഷൻ കൊടുക്കുന്നതിനകത്തൊരു ഡിഫറൻറ്റ് ഉണ്ട്. നമ്മൾ പെട്രോൾ ഡീസൽ കൊടുക്കുന്ന പോലെ അല്ല ഇത് ശരിക്കും കൊടുക്കണ്ടേ. ആദ്യം തന്നെ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ തന്നെ അത് ഒരു നൈസായിട്ടേ കൊടുക്കാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ RPM ഭയങ്കര കയറിപ്പോവും. എനിക്ക് ആ സമയത്ത് തന്നെ ബാറ്ററി നന്നായിട്ട് വലിക്കുന്നുണ്ട്. എത്രമാത്രം ഫെദർ ടച്ച് ചെയ്യാൻ വളരെ ഇതായിട്ട് അതിന് സ്പീഡ് ആയി കഴിഞ്ഞിട്ട് സ്പീഡ് ഒരു 60-70 കയറി കഴിഞ്ഞാൽ പിന്നെ അതെ കയറി കഴിഞ്ഞിട്ട് പതുക്കെ കൊടുത്താൽ ഇടയ്ക്കാണ് ആക്സിലേറ്റർ എടുത്തു വിടാം. അങ്ങനെ ഇട്ട് ഞാൻ ഓടിക്കാറ്. വണ്ടി റീനേഷൻ ഇല്ലാത്ത സമയത്ത് വണ്ടി അതോടെ ശ്രദ്ധിക്കണം കേട്ടോ. വണ്ടി നല്ല പുള്ളിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കാലിങ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി കുറേ സമയം ആ പുള്ളിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് ഒരു ബ്രേക്ക് കണ്ടീഷൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ റീനേഷൻ വണ്ണിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണം കണ്ട ഇച്ചിരി ഡ്രൈവിംഗ് കംഫർട്ട് വരുന്നുണ്ട്. അതായത് ആക്സിലേറ്റർ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നിൽക്കുന്നുണ്ട്, ബ്രേക്കായി നിൽക്കുന്നുണ്ട്. ഇച്ചിരി കംഫർട്ട് ചിലപ്പോൾ അതായിരിക്കും ചിലർക്ക്. അതെ, അത് രണ്ട് ഇതിൽ ഓടിച്ചു നോക്കിയാൽ അത് ഓരോരുത്തർ ഓരോ ഇതായിരിക്കുമല്ലോ, ഓരോ ഇഷ്ടമായിരിക്കും. അതെ, അപ്പം ഞാൻ ഈ റേഞ്ച് ഇച്ചിരി കൂടുതൽ കിട്ടുന്ന കാരണമാണ് ഇങ്ങനെ ഓടിക്കുക. പക്ഷേ അന്നേരം ശ്രദ്ധ വേണം. നല്ലൊരു 60-70 ചെന്നിട്ട് പെട്ടെന്നൊന്ന് ബ്രേക്ക് ഓട്ടി കഴിഞ്ഞാൽ നിൽക്കണമെങ്കിൽ അത് ശരിക്കും നമ്മൾ 330 അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ്. അതായത് 0 വരെ ഒന്ന് കൂട്ടിക്കോ. 280 കിട്ടുന്നുണ്ട്. 280 കിട്ടും. ഒരു റഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല സ്പീഡ് കയറ്റിയാൽ പെട്ടെന്ന് ആക്സിലേറ്റർ എടുത്തു അങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 275-270. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം കഴിഞ്ഞു. അപ്പം വരുമാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഷിൻസാർ ഇനി ഒരു 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് വണ്ടി എടുക്കുമോ? എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ 1 ലക്ഷം കിലോമീറ്ററിൽ വണ്ടി കൊടുക്കുമോ? ഇല്ലല്ലോ. കൊടുക്കുന്നുണ്ടോ? ഇല്ല, വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നത് ഓടിക്കുക, മാക്സിമം ഓടിക്കുക. 1 ലക്ഷത്തിന് നമുക്കൊരു 50,000 എടുത്തേക്കാം. ശരിയാ, സാറിന്റെ കണക്ക് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങളൊന്നും പോകത്തില്ല. വളരെ ഷോർട്ട് ടൈം കൊണ്ട് 1.5 വർഷം കൊണ്ട് ഓടേണ്ടതാണ് 50,000. അതെ, അപ്പൊ നമ്മൾ 1 ലക്ഷം കിലോമീറ്ററിൽ നമ്മൾ എന്റെ സാറിന് വേണ്ടി റിവ്യൂ എടുക്കാനായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഈ 15,000 കിലോമീറ്റർ ഷോർട്ട് ടൈമിലായത് എനിക്ക് തോന്നുന്നത് സാറ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആയി കാണത്തുള്ളൂ. ആയിരിക്കാം, ശരിയായിരിക്കാം. 5 മാസമല്ലേ 6 മാസമല്ലേ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അത്രയല്ലേ. അപ്പം ഞാൻ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ടിയാഗോ, പഞ്ച്, നെക്സോൺ, കർവ് അതല്ല പെട്രോൾ വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വണ്ടിയുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം, ഇപ്പം നമുക്ക് ഓൾ കേരള, മലപ്പുറം വരെ, ട്രിവാൻഡ്രം വരെ ഷോറൂംസും സർവീസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിങ്ങിനോ അതിൻ്റെ ഇൻഫർമേഷനോ എന്തിനു വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിളിക്കുന്നതായിരിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പം നമ്മളിത് ഇവിടെ ഡ്രൈവ് ചെയ്ത് മുട്ടിയറ വന്നു. അപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ ബൈ.